നമസ്കാരം. നമ്മുടെ അക്ഷര കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്നത്തെ ഹിന്ദി ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇക്കായി 3 നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 2 ഇക്കായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു കവിതയാണ്. हिंदी के महान और प्रगतिवाद कवि श्री नागार्जुन की अकाल और उसके बाद नामक कविता का आरंभ कर रहे हैं. हमें ध्यान से सुनना चाहिए. हमें ध्यान से सुनना, ശ്രദ്ധിച്ച് കേൾക്കണം. അകാൽ, ആ പാഠത്തിൻ്റെ പേര് അകാൽ ഔർ ഉസ്കെ ബാദ് എന്നാണ്. എന്താണ് അകാൽ? അകാൽ എന്താണ്? അകാൽ മീൻസ് ക്ഷാമം. അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിന് ശേഷവും. ഇന്ത്യ നമുക്ക് ചിന്തിക്കേണ്ടത്, ഹിന്ദിയിലെ പ്രശസ്തനായ ഒരു പ്രയോഗവാദി, പുരോഗമന ചിന്താഗതിക്കാരനായ ആദ്യം മാർക്സ്വാദി കവിയായിരുന്നു. പിന്നീട് അദ്ദേഹം അത് വിട്ടിട്ട് പുരോഗമന ചിന്താഗതി കവിയിലേക്ക് മാറി. അപ്പോൾ പുരോഗമന ചിന്താഗതിക്കാരൻ ഇന്നത്തെ ചുറ്റുപാടിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു വിശേഷത തന്നെയാണ്. നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഇന്നത്തെ आज के सामाजिक व्यवस्था से बहुत जुड़ी हुई है ये कहानी और ये कविता का विषय. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയുമായി വളരെയധികം നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു അസുഖം ഉണ്ടായി, ഈ കൊറോണ എന്ന അസുഖം വന്നു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. യാത്ര ചെയ്യാൻ പാടില്ല, ബിസിനസ് കച്ചവടം നടക്കുന്നില്ല, നമ്മളെ പഠനം നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിടത്ത് അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന, ഇത് എല്ലാ തരത്തിലും ബാധിച്ചാൽ, അതായത് കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ താണു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തപ്പെട്ടാൽ, അവിടെ നമുക്ക് അനുഭവപ്പെടുന്ന വികാരമാണ് ഈ ക്ഷാമം എന്ന് പറയുന്നത്. അത് 2 തരത്തിൽ. നമ്മുടെ നിങ്ങൾ മറ്റ് ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലൊക്കെ പഠിക്കും, ഈ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കും അല്ലേ. എങ്ങനെയൊക്കെ ക്ഷാമം ഉണ്ടാകാം? അത് പ്രകൃതിയുടെ വിഭവങ്ങൾക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം കൊണ്ടാണ് അല്ലേ. അത് കാറ്റ്, മഴ, പിന്നെ എന്താ പറയുക, കാട്ടുതീ പോലെ അഗ്നിയും മറ്റേ ഭൂമി കുലുക്കുക, ഇങ്ങനെ ഈ പല സോഴ്സ് കൊണ്ട് നമുക്ക് ക്ഷാമം ഉണ്ടാകും. അത് ഈ ക്ഷാമം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വീട്ടിനകത്ത് അടിഞ്ഞുകൂടി അല്ലെങ്കിൽ അടങ്ങിയിരുന്ന് അവർക്ക് പോകാൻ പറ്റാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, എന്താ പറയുക, ആളുകളുമായി ബന്ധപ്പെടാൻ പറ്റാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. അതാണ് നമ്മൾ ഈ കവിതയിൽ ചിന്തിക്കേണ്ട, നമ്മൾ കവിതയിൽ പറയുന്ന ഒരു പ്രധാന വിഷയം ആ വിഷയമാണ്. അതായത് എന്താണ് ഈ ക്ഷാമം എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പം നമുക്ക് കേരളത്തിൽ ക്ഷാമം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സോഴ്സാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല, ആഹാരമില്ല, മരുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു സാമ്പത്തിക ഇടപാടുകളില്ല, കാരണം ആരുടെ കയ്യിലും പണമില്ല, ഉള്ളവന് ചിലവാക്കാൻ പാടില്ല, കാരണം പണം കൊടുത്താൽ സാധനം കിട്ടാനില്ല. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ അല്ലേ, നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്. അതാണ് ആ കവിതയുടെ അർത്ഥം അല്ലേ. മനുഷ്യൻ, നമ്മൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ നമ്മൾ വിഷമിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾക്ക് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ട് അല്ലേ. പട്ടി, പൂച്ച, പശു, അങ്ങനെയുള്ള നമ്മുടെ മറ്റ് നാൽക്കാലികളെല്ലാം ഉണ്ട്. ഇവരെന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാനില്ല, നമുക്ക് ഭക്ഷണമില്ല അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം അല്ല, അതായത് ഈ നമ്മുടെ ചിന്തകന്മാർ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകൃതി നിരീക്ഷകർ അവർ കണ്ടെത്തിയ ഒരു പ്രധാന വിഷയം തന്നെയാണ്, ഭാവിയിൽ മനുഷ്യർ അല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. കാരണം കൈ നിറയെ പണം വെച്ചിട്ട് കഴിക്കാൻ ആഹാരമില്ലാതെ വഴക്കുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും അല്ലേ. നമുക്ക് ചിന്തിച്ച് നോക്കൂ, ഇപ്പം നമ്മൾ ഏതാണ്ടൊക്കെ ആ റേഞ്ചിലെത്തിയില്ലേ. പെട്ടെന്നൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെ ഇപ്പോൾ ഈ അവസ്ഥ ഇപ്പോൾ നമ്മുടെ ഇത് ഇനിയും ഉണ്ടാകും. വരും കാലഘട്ടങ്ങളിലും ഇപ്പോൾ ഈ അസുഖം മാറി നമ്മൾ ഇതിന് മരുന്ന് കണ്ടുപിടിച്ച് അടുത്ത വർഷം 5 കൊല്ലം കഴിയുമ്പോൾ വേറൊരു അസുഖം വരും. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാഗാർജുനൻ പറയുന്നത് തന്നെയാണ് അല്ലേ. നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം. അകാൽ ഔർ ഉസ്കെ ബാദ്. ഓർത്തിരിക്കുക, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കവിയാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന
നമ്മുടെ വിഷമങ്ങൾ അത് നമ്മളെ മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ ബാധിക്കുന്നു, ആർക്കൊക്കെ ബാധിക്കുന്നു, അതുമൂലം ഉണ്ടാകുന്ന വിഷയമെന്ത് ഇല്ലേ. നമുക്ക് ക്ഷാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈസിയായിട്ട് പറഞ്ഞുകളെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ക്ഷാമമൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കവിതയുടെ പ്രസക്തി അവിടെയാണ്. ഇനി വരും കാലത്തിൽ നമുക്കിത് അനുഭവപ്പെട്ടുകൂടാ എന്നും ഇല്ല. ഓക്കെ, നാഗാർജുന ഇങ്ങനെ പറഞ്ഞു നോക്കാം. ശ്രദ്ധിക്കുക, പുസ്തകമുള്ളവർ അത് നോക്കിയിരിക്കുക. പേജ് നമ്പർ 52, അകാൽ ഔർ ഉസ്കെ ബാദ്. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഹിന്ദിയിൽ, കാരണം നമുക്ക് ഒരു ചോദ്യം ഇതാണ്, സഹി മിലാൻ കീജിയെ എന്നൊരു ചോദ്യമുണ്ട്. അല്ലാതെ ഇതിന് എന്താ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന ചോദ്യം, അങ്ങനെ ഒരു പ്രത്യേക 2 ചോദ്യമുണ്ട്. ഇതിൽ എടുത്തിട്ട് ചിലപ്പോൾ അത് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പാഠത്തിൻ്റെ പേര്, അത് എഴുതിയ ആളിൻ്റെ പേര്, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു, അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അങ്ങനെ ചോദിക്കുന്ന പോലെ ചോദിക്കും. ഇപ്പം അത് മാറിയിട്ട് എ ബി എന്ന് 2 രീതി തന്നിട്ട് ചേരുമ്പടി ചേർക്കുക, സഹി ബിലാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഗദ്യത്തിനകത്തുള്ള ഒരു പാഠത്തിനകത്തുള്ള കുറേ സെൻറ്റൻസ് മുറിച്ച് തന്നിട്ട് മിക്സ് ചെയ്യാൻ പറയും. ചിലപ്പോൾ എല്ലാ ഗദ്യഭാഗത്തിനകത്ത് ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് അത് മിക്സ് ചെയ്യാൻ പറയും. ചിലപ്പോൾ പാഠത്തിൻ്റെ പേരും അത് എഴുതിയ ആളുടെ പേരുമായിരിക്കും ചോദിക്കുക, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ പാഠത്തിൻ്റെ പേര്, അതിൻ്റെ കഥാപാത്രം അത് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിന്ദിയിൽ നമുക്ക് ഒരു 2 മാർക്കിൻ്റെ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? പാഠത്തിൻ്റെ പേര്, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു, അത് എഴുതിയ ആൾ ആര്, ഈ 3 ചോദ്യങ്ങളും ഓർക്കണം. അത് ഗദ്യമാണെങ്കിൽ കഥാപാത്രങ്ങൾ കൂടെ ഒന്ന് ഓർത്ത്. ഇപ്പം 4 കാര്യങ്ങൾ, പദ്യത്തിനാണെങ്കിൽ 3 കാര്യം, ഗദ്യത്തിനാണെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് നോക്കാം. അകാൽ ഔർ ഉസ്കെ ബാദ്. നമ്മൾ ആ പാഠം പഠിച്ചോണം. കൈ ദിനോ തക് ചുൽഹാ റോയാ ചക്കി രഹി ഉദാസ്, കൈ ദിനോ തക് കാനി കുത്തിയാ സോയി ഉൻകെ പാസ്, कई दिनों तक लगी फीत पर चिपकलियों की गस्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ആ 4 വരി അർത്ഥമൊക്കെ പഠിച്ചിട്ട് ബാക്കി പഠിക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ഉണ്ടോ? കൈ ദിനോ തക്, ഇവിടെ തക് മീൻസ് വരെ. കൈ ദിനോ തക് ചുൽഹാ റോയാ ചക്കി രഹി ഉദാസ്. നമ്മൾ ഈ കവിത പറയുന്നത് അകാൽ എന്ന ആ ക്ഷാമം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ശേഷമാണ്. ഇന്നലെ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷാമം എന്തെന്ന് പറയാണ് അല്ലേ. നമ്മളിടയ്ക്ക് പറയാം, ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് അത് കണ്ടു. അപ്പോൾ കണ്ടതിന് ശേഷം ആ കണ്ട കാര്യം എന്താണെന്ന് പറയാണ്. ഓക്കെ, നോക്കൂ. കൈ ദിനോ തക്, കുറേ ദിവസം വരെ. കൈ ദിനോ തക് ചുൽഹാ റോയ. എന്താ ചുൽഹ? ചുൽഹ മീൻസ് അടുപ്പ്. ചുൽഹ അടുപ്പ് അല്ലേ. ചുൽഹ റോയ, അടുപ്പ് കരഞ്ഞു. അടുപ്പ് എങ്ങനെയാ കരയുക? അടുപ്പ് കരയോ? ഇല്ല. അപ്പോൾ അവിടെ അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്തില്ല, തീ കത്തുന്നില്ല എന്നർത്ഥം. അത് വെറുതെ കിടന്നു. ആ ഒരു ചക്കി രഹി ഉദാസ്. ചക്കി നമ്മുടെ ആട്ടുകല്ല്, അരകല്ല്. ഉരകല്ലല്ല, ഉരകല്ല് വേറെയാണ്, അത് അരകല്ല് ഇല്ലേ. അപ്പോൾ നമ്മുടെ ആട്ടുകല്ല് അല്ലേ. അപ്പോൾ ധാന്യങ്ങൾ പൊടിക്കുന്ന ഈ ചക്കി നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അത് 2 പരന്ന കല്ലുകൾ ഇങ്ങനെ ചേർത്ത്, നിങ്ങൾ ആ പടം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ ടെക്സ്റ്റിൽ അതിൻ്റെ 2 കല്ല് ഒരു പിടിയുണ്ട്. ആ പിടി ഇങ്ങനെ അതിനൊരു ദൂരം ഉണ്ടാവും. അത് അങ്ങനെ കുതിർത്ത ധാന്യങ്ങൾ അതിനകത്തേക്ക് വാരിയിടുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കൈ കൊണ്ട് കറക്കുക. നമ്മൾ പഴയ ഏത് മെത്തേഡ്, ഇന്ന് നമ്മുടെ ഇന്ന് നമുക്ക് മിക്സിയും ഗ്രൈൻഡറൊക്കെ വന്നു. പണ്ട് നമ്മൾ ഈ അരകല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ മെത്തേഡ് തന്നെയാണ് ഉണ്ടോ. അപ്പോൾ കൈ ദിനോത്തൊക്കെ ചുൽഹാ റോയ അല്ലേ. അപ്പോൾ അടുപ്പിലൊന്നും കത്തുന്നില്ല. ചക്കി, അരകല്ല് എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നില്ലേ. ചക്കി രഹി ഉദാസ്. ഉദാസ് മീൻസ് ക്ഷീണിച്ചല്ലേ. അപ്പോൾ ചക്കിക്ക് പണിയില്ല, അടുപ്പിലൊന്നും കത്തുന്നില്ല. എന്താ ഇവിടെ എന്തെങ്കിലും അരച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ളൂ. കൈ ദിനോത്തൊക്കെ കാനി കുത്തിയ. കൈ ദിനോത്തൊക്കെ കാനിയെ കുത്തിയ. എന്താണ് ഈ കാനിയെ കുത്തിയ? കാന് ഒരു കണ്ണുള്ള, ഒറ്റ കണ്ണുള്ള പട്ടി. എന്ത് നമ്മുടെ ആ ദാരിദ്ര്യം ഉണ്ടാകുന്ന നാട്ടിൽ എല്ലാ വീട്ടിലും ഒറ്റ കണ്ണുള്ള പട്ടിയുള്ളോ? ഇല്ല. അവിടെ ഒരു കണ്ണുള്ള പട്ടി എന്ന് പറയുന്നത് തന്നെ ഇല്ലേ. ഒരു കണ്ണേ ഉള്ളൂ, മറ്റേ കണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ്.
അപ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവതീക്ഷ്ണമായ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഒറ്റക്കണ്ണുള്ള ആ പട്ടി കൈ ദിനവും തക്ക് കാനി കുത്തിയ സോയി ഉനിക്ക്. നിങ്ങൾ ആ ടെക്സ്റ്റിലേക്ക് നോക്കി കാണാം, ഏറ്റവും മുകളിൽ അല്ലേ അവിടെ എന്താണ് കുറച്ച് ഒരു അടുപ്പ്, ഒരു 3 കല്ല് വെച്ചിട്ടുണ്ട്. അടുത്ത അതിന് താഴെ ഇല്ലേ ഒരു പാത്രങ്ങൾ ചെരിഞ്ഞ് കിടപ്പുണ്ട്. ഒരു പട്ടിയുടെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ചക്കിയുടെ പടമുണ്ട് അല്ലേ. ആ പട്ടിയെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ല നല്ല ശരീരപുഷ്ടിയുള്ള ആരോഗ്യത്തിൻ്റെ ഗാത്രനായ ഒരു പട്ടിയല്ലേ അല്ലേ? ആണോ? അല്ല ഇല്ലേ, എല്ലും മെലിഞ്ഞ് എല്ലും തോലുമായി എന്തോ അങ്ങനെ ദുരവസ്ഥ കിടക്കുന്ന പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇല്ലേ ക്ഷാമം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാത്രമല്ല ഇല്ലായ്മ, പിന്നെ എല്ലാവർക്കുമാണ് മറ്റുള്ളവർക്കും അത് പ്രധാന വിഷയം അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മറ്റ് വളർത്തുമൃഗങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും എന്ത് ബാധിക്കുന്നുണ്ട്? ഈ ക്ഷാമം ബാധിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മനസ്സിലല്ലോ. നോക്കാലോ. അപ്പോൾ കൈ ദിനവും തക്ക് കാനി കുത്തിയ സോയി, അതല്ല കാരണം വേറെ ഒരു പണിയില്ല, മിണ്ടാതെ കിടന്ന് ഉറങ്ങുക. സോയി ഉനക്ക് പാസ്. അടുത്തെന്താ പറഞ്ഞേ? കൈ ദിനവും തക്ക് ലഗി ഫീത്ത് പർ അല്ലേ. കുറേ ദിവസം വരെ എന്തുണ്ടായിരുന്നു? കുറേ ദിവസം വരെ കൈ ദിനവും തക്ക് ലഗി. അവിടെ ലഗിന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്തിരിക്കുക. എന്താണ്? ഏത് ലഗിന? തോന്നുക എന്നർത്ഥമുണ്ട്, ആരംഭിക്കുക എന്നർത്ഥമുണ്ട്, ചേർന്നിരിക്കുക എന്നർത്ഥമുണ്ട്. എന്താ പറയുക, അപ്പോൾ മറ്റ് വാക്കുകൾ ഗലേ ലഗിന എന്ന് വെച്ചാൽ ആനികലം ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെ കത്തുക, ആഗ് ലഗിന, തീ. അപ്പം ലഗിന ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ ലഗി ഫീത്ത് പർ എന്തുണ്ടായിരുന്നു? എന്ത് തുടങ്ങി? എന്താരംഭിച്ചു? തുടർന്നുകൊണ്ടിരുന്നു. ആ ലഗി ഫീത്ത് പർ, ഫിത്തി ചുമരില്, ഫീത്ത് പർ ചിപ്കലിയും കി ഗസ്ത്. ചിപ്കലി നമ്മുടെ പല്ലി അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പല്ലി ഉണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ പല്ലിയുണ്ട്. ആ പല്ലി എങ്ങനെ ജീവിക്കണം നമ്മുടെ വീട്ടിൽ? എന്തുകൊണ്ട് പല്ലി നമ്മുടെ വീട്ടിൽ? ചില വീട്ടിൽ ഇപ്പം പല്ലിയുടെ ശല്യം ഇവിടെ കാണും. എന്താ കാരണം എന്നറിയോ? പല്ലി, എലി, ഈ പൂച്ച, ഇവയൊക്കെ പൂച്ച, പാറ്റ, ഉറുമ്പ് ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? വൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതായത് അവർക്ക് തിന്നാനുള്ള ഭക്ഷണം ധാരാളമായി നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടുന്നു. അതാണ് വിഷയം. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാണില്ല ഉറുമ്പ്, ഇങ്ങനെ ധാരാളം ഉറുമ്പ് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം അവിടെ നിന്ന് കിട്ടുന്നു. അതുപോലെ ഉണ്ടോ? അപ്പോൾ ലഗി ഫീത്ത് പർ, എവിടെ? ഫിത്തിയിൽ എന്ത് ലഗി? എന്തുണ്ടായി? ചിപ്കലിയോങ്കി ഗസ്ത്. ഗസ്ത് മീൻസ് ഉലാത്തുക, അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അല്ലേ. അപ്പോൾ ഗസ്ത് ലഗി, ഉലാത്തുകാൻ തുടങ്ങി. കുറേ ദിവസം കൊണ്ട് അല്ലെ കുറേ ദിവസം വരെ എന്തുണ്ടായിരുന്നു? ചുവരിൽ പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ, കാരണം അവർക്ക് തിന്നാനൊന്നുമില്ല. അവരിങ്ങനെ അന്തം വിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് പാഞ്ഞു നടക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ കൈ ദിനവും തക്ക് ലഗി ഫീത്ത് പർ ചിപ്കലിയോങ്കി ഗസ്ത്. കുറേ ദിവസമായി എവിടെ? ആ ചുവരിൽ പല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താൻ തുടങ്ങി. അപ്പോൾ 3 കാര്യം പറഞ്ഞു. 3 ലൈനായി, 3 വരിയായി. അത് ഓരോന്നിരിക്കുക. എന്തൊക്കെയാണ്? കൈ ദിനവും തക്ക ചുൽഹാരോയ, കുറേ ദിവസം വരെ എന്ത് ചെയ്തു? അടുപ്പ് കരഞ്ഞു. ചുൽഹാരോയ, അടുപ്പ് കത്തിയില്ല, അടുപ്പ് എരിഞ്ഞില്ല. അവർ ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് വെറുതെ കിടന്നു. അടുത്ത കൈദിനോന്തൊക്കെ കാനി കുത്തിയ, കുറേ ദിവസമായി ഒറ്റക്കണ്ണുള്ള പട്ടി എന്തിൻ്റെ പ്രതീകമാണ്? ദാരിദ്ര്യത്തിൻ്റെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഇല്ലായ്മയ്ക്ക് സാക്ഷിയാണത്. അപ്പോൾ കൈദിനോന്തൊക്കെ കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറേ ദിവസമായി എന്ത് ചെയ്യുന്നു? ഈ പട്ടി ഈ ആട്ടുകളിൻ്റെ അടുത്ത് കിടന്ന് വെറുതെ ഉറങ്ങി. പിന്നെയോ കൈദിനോന്തൊക്കെ ലഗീഫിത്ത് പർച്ചിക്കലിയൂക്കി ഗസ്ത്. അടുത്ത് പറയുന്നത് കൈദിനോത്ത് കുറേ ദിവസമായി എന്ത് നടക്കുന്നു? ചുവരില് ഈ ഗൗളി അല്ലേ, പല്ലി എന്ത് ചെയ്യുന്നു? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ, അവർക്ക് തിന്നാനൊന്നുമില്ല. ദെൻ 4th വരി നോക്കാം. കൈ ദിനോന്തൊക്കെ ചൂഹോ की फी हालत रही शिकस्त. कई दिनों से चूहा एली ले. अब कई दिनों तक चूहों की, कई दिनों से चूहे फी हमारी उनकी शिकस्त हालत, അവരുടെ അവസ്ഥ. ഹാലത്ത് മീൻസ് ഉनकी സ്ഥിതി, അവസ്ഥ ബഹുത്ത് പരാജയ ഹെ, ടൂട്ടാ ഹെ അല്ലേ. അവരുടെ അതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന
ഇല്ലേ, മറ്റ് ജീവികൾ, ജീവജാലങ്ങൾ, പല്ലി, എലി, പൂച്ച, പട്ടി, ഇല്ലേ, കോഴി. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കും. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കോഴി വളർത്തുന്നു, ഇല്ലേ, കോഴി വളർത്തുന്നു, നമുക്ക് നമ്മൾ ആദായം ഉള്ളതുകൊണ്ട് വളർത്തുന്നു. പക്ഷേ നമ്മൾ അവയ്ക്ക് അങ്ങോട്ട് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ തീറ്റ കൊടുത്താൽ ആ തീറ്റ കൊടുക്കാൻ തീറ്റയില്ലെങ്കിൽ അവർ എങ്ങനെ ജീവിക്കും? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ഷാമത്തിൻ്റെ ആ തീക്ഷ്ണമായ അവസ്ഥ. അല്ലേ, നമ്മുടെ ചുറ്റും ഇപ്പം ജലമില്ല, വെള്ളമില്ലാത്ത ക്ഷാമമാണെങ്കിലോ, ജലമില്ലാതെങ്കിൽ സസ്യങ്ങളെല്ലാം ഉണങ്ങുന്നു. ഇവിടെ ക്ഷാമത്തിന് ഇല്ലായ്മ എന്നൊരു അർത്ഥം കൂടി കേട്ടോ, അത് ഓർക്കണം. ഇപ്പോൾ നമ്മൾ ചില ആൾ പറയും ഇപ്പോൾ പൈസയ്ക്ക് ഭയങ്കര ക്ഷാമം, അപ്പോൾ അവിടെ ഇല്ലായ്മ ഉണ്ടാകുന്നത് പണത്തിനാണ്. ജലത്തിന് ഭയങ്കര ക്ഷാമം, അപ്പോൾ അവിടെ ഇല്ലായ്മ ഉണ്ടാകുന്നത് ജലത്തിനാണ്, ഇല്ലേ? പിന്നെ ആഹാരത്തിന് ഇപ്പോൾ ധാന്യങ്ങൾക്ക് ഭയങ്കര ക്ഷാമം, അപ്പോൾ അവിടെ ക്ഷാമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തു, ഒരു മാധ്യമം, ഒരു മീഡിയം, അതിൻ്റെ ഇല്ലായ്മയാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മളെ കവിതയിൽ നാഗാർജുൻ പറയുന്നത് ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ പണം, പിന്നെ ജലം, ആഹാരം, പാർപ്പിടം, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും ഒരുമിച്ച് അവസ്ഥയിൽ ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ അത് മനുഷ്യനെ തന്നെ ആക്രമിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുക. മനുഷ്യൻ ഉള്ളവൻ ഇല്ലാത്തവനെ, ഇല്ലേ, വീണ്ടും പിഴിയുക, ഇല്ലാത്തവൻ ഉള്ളവനെ കൊള്ളയടിക്കുക, ഇല്ലേ, അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ക്ഷാമം അല്ലെങ്കിൽ അകാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം, ഇല്ലേ? അപ്പോൾ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമില്ല, സസ്യങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി പോകുന്നു, മനുഷ്യന് ആഹാരമില്ല, ഇല്ലേ? വീട്ടിൽ ഉണ്ടാകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ചിപ്കലി. ആ ചിപ്കലി അവരുടെ ചുവരിൽ അവരുടെ ഉലാത്തൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഗതിയില്ല, എങ്ങോട്ട് പോകുന്ന അറിയാതെ പാഞ്ഞു കിടക്കുന്നു. അടുത്ത് ചൂഹോ ഗീഫി ഹാലത്ത്, എലികളുടെ അവസ്ഥയും. അതുകൊണ്ടാണ് ബൗത്ത് പരാജയ. വളരെ പരാജയം മീൻസ് ടൂട്ടാഹു, നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ ഒരവസ്ഥയാണ് അവിടെ പറഞ്ഞോക്കാലോ. അപ്പോൾ കൈ ദിനോന്തക്ക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്. പിന്നെ कई दिनों तक काने कुतिया सोई उनके पास, कई दिनों तक लगी फीत पर चिपकलियों की गस्त, और कई दिनों तक चूहों की भी हालत रही उदास. ഇത്രയാണ് നമ്മുടെ ആ 4 വരിയുടെ അർത്ഥമായിട്ട് പറയുന്നത്.